നമസ്കാരം. അങ്ങനെ മലയാളത്തിലെ ഈ വർഷത്തെ പ്രതീക്ഷകളോടെ കാത്തിരുന്ന സിനിമകളിലൊന്ന് തിയേറ്ററുകളെത്തി. L2 എമ്പുരാൻ. 2019 തിയേറ്ററുകളെത്തി വലിയ വിജയമായി മാറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം നല്ല രീതിയിൽ തന്നെ ഹൈപ്പ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുമുണ്ട്. ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് തുടങ്ങിയത് മുതൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. മലയാള സിനിമയ്ക്ക് തന്നെ ഒരു പുതുജീവൻ നൽകിക്കൊണ്ടാണ് എമ്പുരാൻ തിയേറ്ററുകളെത്തിയത്. ഇന്ന് ഈ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. തിരക്കഥ മുരളി ഗോപി, സംവിധാനം പൃഥ്വിരാജ് സുകുമാരൻ, ഛായാഗ്രഹണം സുജിത് വാസുദേവ്, സംഗീതം ദീപക് ദേവ്. മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, കിഷോർ, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത്, അഭിമന്യു സിംഗ്, സുരാജ് വെഞ്ഞാറമ്മൂട് തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ലൂസിഫറിനെ കുറിച്ച് പറയാതെ എമ്പുരാനെ കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അന്ന് തിയേറ്ററിൽ 2 തവണ കണ്ടതിൽ പിന്നെ ഇന്നലെ പ്രൈമിലാണ് ഞാൻ വീണ്ടും ലൂസിഫർ കാണുന്നത്. ആ വേൾഡ് ഒന്നുകൂടെ കണ്ടതിന് ശേഷം എമ്പുരാന് കയറാമെന്ന് കരുതി. അതിലെ കഥാപാത്രങ്ങളെ ആ സിനിമ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു വേൾഡ്, അവിടുത്തെ രാഷ്ട്രീയവും മനുഷ്യരുമൊക്കെയായി സ്റ്റീഫനിൽ നിന്നും അബ്രാം ഖുറേഷിയിൽ എത്തി നിൽക്കുന്നിടത്താണ് ലൂസിഫർ അവസാനിച്ചത്. 2019 നിന്നും 2025 എത്തുമ്പോൾ അന്നത്തെ കഥാപാത്രങ്ങൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ആരായിരുന്നു സ്റ്റീഫൻ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ കൂടെ മനസ്സിലുണ്ടായിരുന്നു. മനസ്സിലെ ആ ചോദ്യങ്ങളിലൂടെ തന്നെയാണ് സിനിമ തുടങ്ങുന്നതും. അന്ന് പോയ ശേഷം സ്റ്റീഫൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കേരളത്തിൽ തീവ്ര വലതുപക്ഷം കൂടെ വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ, കേരളത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ ഒരു വശത്ത് പറയുമ്പോൾ തന്നെ അബ്രാം ഖുറേഷിയുടെ കഥ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലൂസിഫർ എന്ന സിനിമയേക്കാൾ വലിയൊരു വേൾഡിൽ, സ്പേസിലാണ് എമ്പുരാന്റെ കഥ വികസിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തവണ അബ്രാം ഖുറേഷിയിലാണ് കഥ തുടങ്ങുന്നത്. മോഹൻലാലിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്നത് സിനിമയിലുടനീളം നല്ലതായി തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഈ സ്റ്റീഫനായി വരുന്ന സീനുകളാണ് മികച്ചതായി അനുഭവപ്പെട്ടത്. അതിൽ തന്നെ സെക്കൻഡ് ഇൻട്രോ അത് സെറ്റ് ചെയ്തിരിക്കുന്നതും ആക്ഷൻ കൊറിയോഗ്രാഫിയും മോഹൻലാലിൻ്റെ ഒരു സ്റ്റൈലൊക്കെ ആകുമ്പോഴേക്കും സ്ക്രീനിൽ ഗ്രാൻഡ് പരിപാടികൾ തന്നെയായിരുന്നു. അബ്രാം ഖുറേഷി പോർഷൻസ് വരുമ്പോൾ സ്ക്രീനിൽ ഗ്രാൻഡ് പരിപാടികൾ എന്നതിനപ്പുറത്തേക്ക് മോഹൻലാൽ ഫാക്ടറിലൂടെ ഒരു വൗ ഫീൽ കാര്യമായി എവിടെയും ലഭിക്കുന്നില്ല. പലതും പ്ലെയിൻ ആയതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സയ്യിദ് മസൂദ എത്തുന്നത് പൃഥ്വിരാജാണ്. അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കൂടെ സിനിമ പ്രാധാന്യം നൽകുന്നുണ്ട്. ആദ്യ ഭാഗത്തിൽ കണ്ടതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇവിടെയും. എടുത്തു പറയേണ്ടുന്നത് ലാസ്റ്റ് വരുന്ന ആക്ഷൻ സീനുകൾ തന്നെയാണ്. മോഹൻലാലുമായുള്ള ഒരു കോംബോയും നന്നായി വർക്കായിട്ടുണ്ട്. ബൽരാജായി എത്തുന്ന അഭിമന്യു സിംഗ് പ്രകടനം കിട്ടലിനായിരുന്നു. രണ്ടാം പകുതിയിലൊന്ന് ടൈറ്റ് ആവുന്ന സമയത്ത് ആ ഒരു പവർ കഥാപാത്രത്തിൽ വലിയ രീതിയിൽ ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നി. ജതിൻ രാംദാസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ നോക്കിയാൽ ഏറ്റവും വീക്കായി തോന്നിയത് ജതിൻ രാംദാസിന്റെ ക്യാരക്ടർ ആർക്കാണ്. ഒന്ന് കണക്ട് ചെയ്യാവുന്ന വിധത്തിൽ ആ ആർക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന് തോന്നി. ടൊവിനോ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് മാത്രം മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നില്ല. മഞ്ജു വാര്യറിന്റെ പ്രിയദർശിനി ഉള്ള സീനുകളൊക്കെ കിട്ടലിനായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ആ ഒരു ഫേസിന് ശേഷമുള്ള സീനുകളൊക്കെ കിട്ടലിനായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ പവറൊക്കെ നമുക്കും ഫീൽ ചെയ്യും. ആദ്യ ഭാഗത്തിലേതുപോലെ തന്നെ രണ്ടാം പകുതിയിലും എനിക്ക് ഫീൽ ചെയ്തത് പ്രധാനമായിട്ടും ബൈജു ആണ്. രസമായിരുന്നു. കിഷോർ, സുരാജ് വെഞ്ഞാറമ്മൂട്, സായി കുമാർ, ഇന്ദ്രജിത്ത്, നന്ദു, കാർത്തികേയ, ശിവജി ഗുരുവായൂർ, നൈല ഉഷ തുടങ്ങിയവരൊക്കെയാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ. ഇതിൽ കാർത്തികേയ തീർച്ചയായിട്ടും പറയേണ്ടതാണ്, നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് വിദേശ അഭിനേതാക്കളും സിനിമയിൽ പ്രാധാന്യത്തോടെ വരുന്നുണ്ട്. സർപ്രൈസായി വരുന്നവരുടെ പേരുകൾ ഞാനിവിടെ പറയുന്നത് ശരിയല്ലല്ലോ. ഈ സിനിമയെ സംബന്ധിച്ച് പ്രധാനമായും പറയേണ്ടത് പ്രൊഡക്ഷൻ ക്വാളിറ്റി തന്നെയാണ്. സിനിമയുടെ പ്രൊമോഷൻ ഇന്റർവ്യൂലൊക്കെ പൃഥ്വിരാജ് തന്നെ ഇതിൻ്റെ ഒരു സിനിമയുടെ ജേണിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നെടുമ്പള്ളിയും കേരളവും വിട്ട് ഈ കഥയുടെ ഒരു വേൾഡ് വികസിക്കുമ്പോൾ അതിൽ വരുന്ന ഇടങ്ങൾ, കഥാപാത്രങ്ങൾ, സംഭവങ്ങളൊക്കെ ഒറിജിനൽ ഫീൽ നൽകി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. തുടക്കത്തിൽ വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ നടന്ന ഒരു കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടെ പ്രേക്ഷകരിൽ എത്തിക്കാൻ സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിന് സാധിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കഥയിലെ സംഭവങ്ങൾ കൂടെ വരുമ്പോഴേക്കും ആ ഒരു റിയൽ ഫീൽ എന്നതും പ്രധാനമാണ്. ടെക്നിക്കലി നോക്കിയാൽ ഒരു സംശയവുമില്ല, ബ്രില്യൻ പരിപാടിയാണ്. സുജിത് വാസുദേവിന്റെ ഛായാഗ്രഹണം, ദീപക് ദേവിന്റെ പശ്ചാത്തല സംഗീതം എന്നിവയാണ് ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. ഒരു സ്പേസിലേക്ക് പ്രേക്ഷകനെ കൂടെ കൊണ്ടുപോകുമ്പോൾ അതിൽ വരുന്നൊരു കളർ ടോൺ, എൽ എന്ന അക്ഷരം സിനിമയിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, അതിനെ പലയിടങ്ങളിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്രാൻഡ് പരിപാടി സിനിമയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ആ മേക്കിങ്ങിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകന്റെ വിഷൻ എന്നത് കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. കഥ നടക്കുന്ന ഇടങ്ങളുടെ ആംബിയൻസ് എന്നത് നല്ല രീതിയിൽ തന്നെ സിനിമയിലുടനീളം കാണാൻ സാധിക്കുകയും ചെയ്യും. മറ്റു ഭാഷകളിൽ വൻ മുതൽ മുടക്കിൽ വരുന്ന സിനിമകളിൽ ഇങ്ങനെയുള്ള ഗ്രാൻഡ് പരിപാടികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്ന് ശരിയാണ്. മലയാളത്തിൽ മികച്ച രീതിയിൽ കൊണ്ടുവരാൻ പറ്റി എന്നത് ഈ ചിത്രത്തിൽ എടുത്തു പറയേണ്ടുന്ന പോസിറ്റീവ് തന്നെയാണ്. തീർച്ചയായും എമ്പുരാൻ എന്ന സിനിമ അതിൻ്റെ മേക്കിംഗ് മികവിൽ തന്നെ ആയിരിക്കാം അടയാളപ്പെടുത്തുന്നതും. പാട്ടുകൾ എനിക്ക് അത്ര മികച്ച അനുഭവപ്പെട്ടില്ല, ഒരു പഞ്ചില്ലാതെ പോകുന്ന അവസ്ഥയായിരുന്നു. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ എന്നതുകൊണ്ട് ഒന്നുകൂടെ ലൂസിഫർ പരാമർശിക്കണമെന്ന് കരുതുന്നു. ലൂസിഫറിൽ ഈ വേൾഡ് ബിൽഡ് ചെയ്യുന്നത് ഗംഭീരമായിട്ടാണ്. ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്. സ്ക്രീൻ സ്പേസ് കൂടുതൽ വേണമെന്നോ ഡയലോഗ്സ് കൂടുതൽ വേണമെന്നോ ഇല്ല. ആ സ്പേസിലെ അതിലെ സംഭവങ്ങളെ ആ രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ മുരളി ഗോപിയും പൃഥ്വിരാജും വിജയിച്ചിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് നിത്യജീവിതത്തിൽ തന്നെ ഉപയോഗിക്കുന്ന എത്രയോ സംഭാഷണങ്ങൾ ഈ സിനിമയിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ളതാണെന്ന് നമുക്ക് ഓർത്താൽ മനസ്സിലാവും. അതിൻ്റെ തുടർച്ച എന്ന് പറയുമ്പോൾ നമുക്ക് പരിചിതരായ കഥാപാത്രങ്ങളാണ് ഏറെയും. ഈ വർഷങ്ങൾ കൊണ്ട് അവർക്കുണ്ടായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് രണ്ടാം ഭാഗത്തിൽ കാണാമെന്ന് മാത്രം.
മേക്കിംഗ് ക്വാളിറ്റി എന്നത് ഒരു ടോപ്പ് പരിപാടിയായി നിൽക്കുമ്പോഴും കഥ കണ്ടന്റ് എന്നതിൽ മികച്ച അനുഭവം സമ്മാനിക്കാൻ എമ്പുരാന് സാധിക്കുന്നില്ല. റൂട്ടഡായി മിക്ക കഥാപാത്രങ്ങളെയും ഫീൽ ചെയ്യുന്നില്ല എന്നതും ഒരു വിഷയമാണ്. പലപ്പോഴും ഒരു ഇമോഷണൽ കണക്ഷനും ലഭിക്കുന്നില്ല. ഈ കഥയിലെത്തുമ്പോൾ പ്രതിസന്ധി എന്താണ് എന്നതും അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതൊക്കെയും പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കഥാപരമായി അതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പലയിടത്തും സിനിമയ്ക്ക് സാധിക്കുന്നില്ല. സംഭവങ്ങൾ തമ്മിലുള്ള കണക്ഷൻ, ആ ഒരു ഒഴുക്കും പലയിടങ്ങളിലും മിസ്സിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. രാഷ്ട്രീയമാണ് പ്രധാനമായും സിനിമ പറയുന്നത്. അതിലെ മാറ്റങ്ങൾ, അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് വരുന്നതും. കാലികമായ സംഭവങ്ങളെ കൂടെ ചിലയിടങ്ങളിൽ രസമായി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മുരളിഗോപിയുടെ എഴുത്തിൽ രസകരമായി അനുഭവപ്പെട്ട കാര്യം അത് തന്നെയാണ്. ജതിൻ രാംദാസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയമാണ് സിനിമയിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതും ഒട്ടും കൺവിൻസിംഗ് ആയി അനുഭവപ്പെട്ടില്ല. കഥാപാത്രം അങ്ങനെ ചെയ്യുന്നു എന്നതിൽ കുഴപ്പമില്ല, ഈ വഴിയിലൂടെ എന്നതിൽ കൺവിൻസിംഗ് ആയില്ല എന്ന് മാത്രം. കുറച്ചുകൂടെ സ്പെസിഫിക് ആവണമെങ്കിൽ ആ ഒരു സംഭവത്തിന് ശേഷം അതിൻ്റെ തുടർച്ചകളായി സംഭവിച്ചേക്കാവുന്നത് എന്ന് പ്രേക്ഷകന് തോന്നുന്ന കാര്യങ്ങളെ കാര്യമായി പരിഗണിക്കാതെയാണ് സിനിമ പിന്നീട് മുന്നോട്ട് പോകുന്നത്. സിനിമ പറയുന്ന രാഷ്ട്രീയ സംഭവങ്ങളും അതിലൂടെ എഴുത്തുകാരനും സംവിധായകനും മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിലുമൊക്കെ ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടായേക്കാം, തീർച്ചയായും ഉണ്ടാവും. ഈ ഒരു അവസരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ സ്പോയിലർ ആയേക്കാം എന്നതിനാൽ അതിന് മുതിരുന്നില്ല. കേരളത്തിൻ്റെ, ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യമായി അത് എങ്ങനെയൊക്കെ വായിക്കാം എന്നുള്ള ചർച്ചകളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഓവറോൾ ലൂസിഫറിന്റെ തുടർച്ചയാണ് എമ്പുരാൻ എന്നത് തന്നെയാണ് ഈ സിനിമയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന കാര്യമെന്നുള്ളത്. PKRന്റെ മരണവും അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും ഓരോന്നായി കണക്ട് ചെയ്തു പോകുന്നതുമൊക്കെയായി രസമുള്ളൊരു കാഴ്ചയാണ് ലൂസിഫർ എന്ന സിനിമ സമ്മാനിച്ചത്. അവിടെ ഒടുവിൽ അബ്രാം ഖുറേഷിയിലേക്ക് എത്തി ഇപ്പോൾ എമ്പുരാനിലെത്തുമ്പോൾ ഗംഭീര പ്രൊഡക്ഷൻ ക്വാളിറ്റി ചിത്രത്തിനുണ്ട്. മലയാള സിനിമയിലാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് എന്നതും മികച്ച കാര്യം തന്നെയാണ്. അതേസമയം തിരക്കഥയിൽ ആ ഒരു മികവ് കാണാൻ സാധിച്ചതുമില്ല. ഹൈ മൊമെന്റ്സ് സമ്മാനിക്കുന്നത് ചുരുക്കം ചിലയിടങ്ങളിലാണ്. എന്നെ സംബന്ധിച്ചൊരു വാച്ചബിൾ അനുഭവമാണ് എമ്പുരാൻ. തീർച്ചയായും അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.